എല്ലാവർക്കും നമസ്കാരം. ബ്രെയിൻ വിറ്റയുടെ പുതിയ ഒരു എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുഖമായിരിക്കുന്നു, നിങ്ങളും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗാലക്സി താരസമൂഹം എന്ന ടോപ്പിക്കാണ്. ഗാലക്സികൾ എന്നാൽ എന്ത്? നക്ഷത്രങ്ങളുടെ മഹാസമുദ്രത്തെയാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങളുടെ മഹാസമുദ്രത്തെയാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. ഓരോ ഗാലക്സിയും കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ടായിരിക്കും. ഓരോ ഗാലക്സിയിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കും. എന്താണ് ആകാശഗംഗ? മിൽക്കി വേ ഗാലക്സി. സൗരയൂഥം ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹമാണ് ആകാശഗംഗ ഗാലക്സി. 1,00,000 പ്രകാശ വർഷമാണ് ഈ ക്ഷീരപഥത്തിൻ്റെ വ്യാസം. ഈ ഗാലക്സിയിൽ ഏകദേശം 10,000 കോടി നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യും. നക്ഷത്ര സമൂഹങ്ങൾ ഏതൊക്കെ? അവ എത്ര തരം? നക്ഷത്ര സമൂഹങ്ങൾ പ്രധാനമായി 3 തരത്തിലുണ്ട്. അവയാണ് ക്രമരഹിത നക്ഷത്ര സമൂഹങ്ങൾ അഥവാ ഇറഗുലർ ഗാലക്സീസ്. 2 ചുഴിയാകൃതിയിലുള്ള നക്ഷത്ര സമൂഹങ്ങൾ അഥവാ സ്പൈറൽ ഗാലക്സീസ്. ദീർഘ അണ്ഡാകൃതിയിലുള്ള നക്ഷത്ര സമൂഹങ്ങൾ അഥവാ എലിപ്റ്റിക്കൽ ഗാലക്സീസ്. ആകാശഗംഗ ഗാലക്സിയോട് സാമ്യമുള്ള ഗാലക്സി ഇത് ആൻഡ്രോമെഡ ഗാലക്സി. ആൻഡ്രോമെഡ ഗാലക്സിയാണ് ആകാശഗംഗ ഗാലക്സിയോട് സാദൃശ്യമുള്ള ഗാലക്സി. ബഹിരാകാശത്ത് ഏറ്റവും അകലെ ഗോചരമായ പ്രപഞ്ച വസ്തു ഏതാണ്? ബഹിരാകാശത്ത് ഏറ്റവും അകലെ ഗോചരമായ പ്രപഞ്ച വസ്തു ഏതാണ്? ആൻഡ്രോമെഡ ഗാലക്സി. ഇരുണ്ട ഗർത്തങ്ങൾ ബ്ലാക്ക് ഹോൾസ് എന്നാൽ എന്ത്? നക്ഷത്ര സമൂഹങ്ങൾക്കിടയിൽ അതിശക്തമായ ഗുരുത്വാകർഷണ ബലത്തിൽപ്പെട്ട് ഉണ്ടാകുന്ന അജ്ഞാതമായ ഇരുണ്ട ചുഴികളാണ് ബ്ലാക്ക് ഹോൾസ് അഥവാ ഇരുണ്ട ഗർത്തങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. എക്സ്റേ ടെലിസ്കോപ്പുകളുടെ സഹായത്തോടെ കണ്ടെത്താൻ കഴിയുന്ന ഇരുണ്ട ഗർത്തങ്ങൾ എന്താണ്?